2025 മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച ചോതി നക്ഷത്രക്കാർക്ക്. നക്ഷത്രം ചോതിയാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ഫെബ്രുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു കലണ്ടർ എടുത്തിട്ട് ഫെബ്രുവരി 10 മലയാള മാസം നോക്കിയാണ്. ഇനി മകരമാസം ജനിച്ച ചോതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാവിനും മക്കൾക്കൊന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷെ സഹോദരങ്ങൾക്ക് നല്ലതായിരിക്കാം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കും. വീട് നിർമ്മാണത്തിന് ചിലപ്പോൾ തടസ്സങ്ങളെല്ലാം ഉണ്ടായേക്കാം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മാർച്ച് മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം. മനസ്സമാധാനക്കുറവ്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഏപ്രിൽ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങൾ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്. ഉല്ലാസയാത്രകൾ പോകാം. ദൂരയാത്രകൾക്ക് അവസരം. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയത്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ടാണ്. ഭാഗ്യമുള്ളൊരു മാസമാണ്. പക്ഷേ സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. മെയ് മാസം ദാമ്പത്യപരമായ ചില പ്രയാസങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. പക്ഷേ സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാസമല്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ. ഉല്ലാസയാത്രകളിലും പോകാൻ പറ്റിയതാണ്. അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും ഒരു അലസത ചിലപ്പോൾ അനുഭവപ്പെടും. ഒക്ടോബർ മാസം പൊതുവെ മോശമാണ്. സഹോദരാദികൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനത്തിനെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം പൊതുവെ മോശമാണ്. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതിലെല്ലാം സാധ്യതയുള്ള പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക. അതേപോലെ തന്നെ വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല. ഗ്രാൻഡ് പാരൻസിനും സഹോദരാദികൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. ഇനി കുംഭമാസം ജനിച്ച ചോതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്.
വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയും തടസ്സങ്ങളും മനസമാധാനത്തോടും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട്, വ്യക്തിപരമായിട്ടെല്ലാം നല്ലതാണ്. മാർച്ച് മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് മാർച്ച് മാസം. പക്ഷേ ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ചെറിയ മനസമാധാനക്കുറവും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഏപ്രിൽ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുക ഇതിനെല്ലാം സാധ്യതയുണ്ട്. മെയ് ജൂൺ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകൾക്ക് പറ്റിയതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. മെയ് മാസം ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കണ്ടേക്കാം. ജൂലൈ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം ലക്ഷ്യത്തിനിടെ കണ്ടെത്തും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകൾ പോകാൻ നല്ലത്. ഉല്ലാസയാത്രകൾക്ക് ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ഒക്ടോബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ഉല്ലാസയാത്രകൾ പോകാൻ നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത്. പക്ഷേ ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. നവംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനത്തോടെ കാണുന്നുണ്ട്. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മനസ്സമാധാനക്കുറവ്, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സവും പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്.
ഇനി മീനമാസത്തിൽ ജനിച്ച ചോദ്യ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങൾ, മനസ്സമാധാനക്കുറവെല്ലാം ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനൊന്നും അത്ര നല്ല മാസമല്ല. ഫെബ്രുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലതാണ്. സഹോദരങ്ങൾക്കും മാതാവിനും നല്ല സമയമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിനും നല്ലതാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുന്നതിനെല്ലാം സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മാർച്ച് മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാക്കാൻ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഏപ്രിൽ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരങ്ങൾക്ക് നല്ലതാണ്. കേസ് കടക്കാനുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും പെട്ടെന്നുള്ള ചില ശത്രുതയും തടസ്സങ്ങളും എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ നോക്കണം. മെയ് ജൂൺ മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദീർഘയാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും മെയ് മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ലത്. മാതാവിനും നല്ലതായിട്ട് കാണുന്നു, മക്കൾക്കല്ല. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട, സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സെപ്റ്റംബർ മാസം പ്രത്യേകിച്ച് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. ഒക്ടോബർ മാസം വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതാണ്. വീട് നിർമ്മാണത്തിന്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ, ഓപ്പറേഷന് പറ്റിയതാണ്. കേസ് വഴക്കലുണ്ട്, അനുകൂലമായി തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുകയുള്ള സാധ്യത കാണുന്നുണ്ട്. ഒക്ടോബറിനാണ് പറഞ്ഞത്.
നവംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിന് നല്ലതാണ്. പിതാവിനും മക്കൾക്കും നല്ല സമയമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. യാത്രകളെ കൊണ്ടുള്ള അനുഭവങ്ങൾ, ഉല്ലാസയാത്രകൾ പോകാൻ, കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റിംഗ് റബി പോലെയുള്ളതായിട്ട് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. കേസ് വഴക്കലുണ്ടെന്ന് അനുകൂലമായി തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് റബി പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും കുടുംബത്തിലെ ചെലവുകൾ കുറച്ച് നിയന്ത്രിക്കണം. സംസാരങ്ങളെ കൊണ്ട് ചിലപ്പോൾ ചെറിയ ശത്രുതയെല്ലാം ഉണ്ടായേക്കാം.